നവമ സ്കന്ധത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇതാണ് രാമായണം അല്ലെ. ഭാഗവതത്തിലെ രാമായണം 2 അധ്യായം. ആ രാമായണത്തെക്കുറിച്ച് ആണ് ഇന്ന് സിന്ധു രാജീവ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഭാഗവത കുടുംബം തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഏകദേശം വലിയ താമസമില്ലാതെ തന്നെ ഈ കുടുംബത്തിലേക്ക് എത്തിയ ആളാണ് സിന്ധു രാജീവ്. ഏത് സത്സംഗമായിക്കോട്ടെ, ഉപാസനയായിക്കോട്ടെ, അവിടെ സജീവമായിട്ട് ഈ ഭാഗവത കുടുംബത്തിൽ ഇന്നിപ്പോൾ പ്രവർത്തിക്കുന്ന ആളാണ് സിന്ധു രാജീവ്. എല്ലാവിധ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് രാമചരിത്രം ഒന്ന് നമുക്ക് കുറച്ച് സമയം, ഈ 30 മിനിറ്റ് സമയത്തേക്ക് പറഞ്ഞു തരുവാൻ വേണ്ടിയിട്ട് പാദങ്ങൾ വീണ് നമസ്കരിക്കുന്നു. ഭാഗവതഹംസം മല്ലൂർ ശങ്കര നമ്പൂതിരിയുടെ ശ്രാദ്ധത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ യജ്ഞത്തിൽ പ്രഭാഷണം പറയുവാൻ വേണ്ടിയിട്ട് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഗജാനന പദ്മാസം ഗജാനന മഹർനിശം അനേകദന്തമഹത്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പീതാംബരം കരവിരാജിത ചങ്കചക്രകൗമോദഗീം സരസിജം കരുണാസമുദ്രം രാധാ സഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിജം ഹൃദി ഭാവയാമി. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്തം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശഹസ്തചരണസ്തവണത്വരാദി നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ജാനകി കാന്തസ്മരണം ജയ ജയ രാമ രാമ. സാധ്യ സാധക സ്വാമി ന സാധ്യം തവ കിം വദ. രാമദൂത കൃപാ സിന്ധോ മത്കാര്യം സാധയ പ്രഭോ. നമ്മുടെ പ്രിയപ്പെട്ട ആചാര്യനായ മനുഷ്യർക്ക് പാദനമസ്കാരം. നമ്മുടെ ഭാഗവത കുടുംബത്തിലെ എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഞാനിന്റെ കഥയിലേക്ക് കടന്നു. ഞാനിന്ന് പറയാൻ പോകുന്നത് രാമായണം. തിരുമേനി പറഞ്ഞല്ലോ, പ്രസിദ്ധ ഭാഗവതാചാര്യനായ മല്ലൂർ തിരുമേനിയുടെ ശ്രാദ്ധദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ അവാഹയജ്ഞത്തില് ഇതുപോലൊരു 2 വാക്ക് ഈ കഥ പറയാൻ അനുഗ്രഹം നിന്ന ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ ഞാനെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കഥ തുടങ്ങട്ടെ. രാമായണം തുടങ്ങുന്നത്, അതായത് രാമായണ ഭാഗവതത്തിലെ നവമസ്കന്ധത്തിലെ 10ഉം 11ഉം അധ്യായങ്ങളിലായിട്ടാണ് രാമായണ കഥ വിവരിച്ചിരിക്കുന്നത്. ഖഡ്വാംഗാദീർഘബാഹുശ്ചാരഘുസ്തസ്മാത്പിതുസ്രവാഹ അജസ്തദോ മഹാരാജകാ തസ്മാത് ദശരഥോ ഭവേത്. തസ്യാഭി ഭഗവാനേഷ സാക്ഷാത് ബ്രഹ്മമയോ ഹരിഃ അംശാംശേന ചതുർധാഗാത് പുത്രത്വം പ്രാപ്തിദത് സുരൈഃ രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ഇതി സംജ്ഞയാ. അതായത് ശുകബ്രഹ്മർഷി ആദ്യം തന്നെ പരീക്ഷിത് മഹാരാജാവിന് കഥ പറഞ്ഞു കൊടുക്കാണല്ലോ. അപ്പൊ ആദ്യം തന്നെ അതായത് ബ്രഹ്മർഷി പറയാൻ തുടങ്ങി. ഖഡ്വാംഗനിൽ നിന്ന് ദീർഘബാഹു, ദീർഘബാഹുവിൽ നിന്ന് രഘു, രഘുവിൽ നിന്ന് അജൻ, അജനിൽ നിന്ന് ദശരഥൻ. ആ ദശരഥ മഹാരാജാവിന്റെ പുത്രനായിട്ട് ശ്രീഹരി അംശാൽ അവതാരത്തോട് കൂടിയിട്ട്, അതായത് ശംഖ്, ചക്ര, ഗദ എല്ലാം ആദിശേഷൻ എല്ലാവരോടും കൂടിയിട്ട് പൂർണ്ണമായിട്ട് അവതാരം കൊണ്ടതാണ് ശ്രീരാമ അവതാരം. അപ്പോ ശ്രീരാമൻ അവതാരം, അതായത് ശ്രീരാമന്റെ ചരിതം ഇതില് അതായത് എന്താ പറയാ, പിതാവിന്റെ സത്യം പരിപാലിക്കാനായിട്ട് ഭഗവാൻ 14 സംവത്സരം അത് ഇതിൽ പറയുന്നുണ്ട്. അതായത് രാമായണത്തിനെ ചുരുക്കി ഈ ശ്ലോകങ്ങളിൽ കൂടെ ഇതിൽ വിവരിക്കുന്നുണ്ട്. ഗുരുവത്തേ ത്യക്തരാജ്യോ വ്യചരതനുവനം പത്മപദ്യാം പ്രിയായാഹ
പാണിപശ്ചാക്ഷമാഭ്യാം ഋചിതപദരുജോ യോഗരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാശൂർപ്പണാഖ്യാഃ പ്രിയവിരകരുഷാരോപിതബ്രൂവിജൃംഭസ്തപ്താബ്ദിർബദ്ധസേതുഃ കലതവദഹനഃ കോസലേന്ദ്രോ വദാന്യഃ. ഇതിലെന്താ പറയുന്നത്? പിതാവിന്റെ സത്യം പരിപാലിക്കാനായിട്ട് രാജ്യമെല്ലാം വിട്ടിട്ട് ഭരതനോടും ലക്ഷ്മണനോടും സീതാദേവിയോടും കൂടിയിട്ട് 14 സംവത്സരം കാട്ടില് പോയി കഴിഞ്ഞ്, അതായത് ഹനുമാനും വാനര സൈന്യത്തിന്റെ സഹായത്തോടെ രാവണനെ നിഗ്രഹിച്ച് സീതാദേവിനെ വീണ്ടെടുത്ത് തിരിച്ച് രാജ്യത്തിലെത്തി രാജ്യം പരിപാലിക്കുന്നു. അതങ്ങനെ ഈ ശ്ലോകത്തിലൂടെ രാമായണ കഥ, രാമായണത്തിന്റെ ചരിതം ചുരുക്കി വിവരിക്കുകയാണ്. അത് കഴിഞ്ഞ് രാവണാദി രാക്ഷസന്മാരാല് പീഡിതരായ ദേവന്മാരുടെ പ്രാർത്ഥന നിമിത്തം ഭഗവാൻ ഹരി ശ്രീരാമനായിട്ട് അവതാരം എടുത്തതാണല്ലോ. അപ്പൊ ശുഖമുനി ഇത് പരീക്ഷിത് മഹാരാവിനെ പറഞ്ഞു കൊടുക്കുമ്പോ ആദ്യം തന്നെ ശ്രീരാമചന്ദ്ര സ്വാമിനെ വന്ദിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ശ്രീരാമചന്ദ്ര സ്വാമിനെ പ്രാർത്ഥിച്ചിട്ട് കഥയിലേക്ക് കടക്കുകയാണ്. അതായത് കുട്ടികളില്ലാതിരുന്ന ദശരഥ മഹാരാജാവിന് യാഗനിമിത്തം യാഗത്തിൽ നിന്ന് പായസം ലഭിക്കും. ആ പായസം കൊടുത്തിട്ടാണ് 3 ഭാര്യമാർക്ക്, അതായത് കൈകേയിക്ക് കൊടുക്കും, കൗസല്യക്കും കൈകേയിക്കും കൊടുക്കും. അവർ രണ്ടുപേരും പകുതി വീതം സുമിത്രയ്ക്ക് കൊടുക്കും. അങ്ങനെയാണ് 4 മക്കള് ദശരഥ മഹാരാജാവിന് ഉണ്ടാവുന്നത്. അങ്ങനെ ഒരിക്കൽ വിശ്വാമിത്ര മഹർഷി കൊട്ടാരത്തിൽ എത്തിയിട്ട് രാമനെ വിശ്വാമിത്ര മഹർഷിയുടെ യാഗഭൂമിയിലേക്ക് പറഞ്ഞയക്കാനായിട്ട്, അതായത് ഈ രാക്ഷസന്മാരുടെ ഉപദ്രവം നീക്കാനായിട്ട് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിൽ വന്ന് ദശരഥ മഹാരാജാവിനോട് ചോദിക്കും. ദശരഥ മഹാരാജാവിന് കുട്ടിയായ രാമനെ എങ്ങനെ വിടാ, ഞാൻ എന്റെ സൈന്യത്തെ വിട്ടു തരാന്നൊക്കെ പറയപ്പോ വിശ്വാമിത്ര മഹർഷി പറയുന്നില്ല, എനിക്ക് രാമനും ലക്ഷ്മണനെയാണ് വേണ്ടത്. അങ്ങനെ രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോകും വിശ്വാമിത്ര മഹർഷി. അവിടെ പോയി താടകേനെ വധിച്ച് ബാക്കിയുള്ള രാക്ഷസന്മാരെയൊക്കെ നിഗ്രഹിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് വിശ്വാമിത്ര മഹർഷി പറയും, ഇവിടെ നമുക്ക് മിഥിലയില് ഇതിന്റെ യജ്ഞം നടക്കുന്നുണ്ട്. അതായത് സീതാദേവിയുടെ സ്വയംവരത്തിന് അവിടെ ശിവചാപം, അതായത് ഒരു ധനുസ് ഉണ്ട്, ശിവചാപം എടുത്ത് ഉയർത്തുന്ന ആൾക്കാണ് സീതാദേവി. നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞ് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരും കൊണ്ട് അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോ അതായത് ശിവചാപത്തെ എടുത്ത് രാമൻ എടുത്ത് ബാണം ഇതാക്കാൻ നോക്കുമ്പോ, വില്ല് മുറുക്കാൻ നോക്കുമ്പോ അത് പകുതി നടു മുറിഞ്ഞു വീഴും. അങ്ങനെ സീതാദേവിനെ പാണിഗ്രഹണം ചെയ്ത് അപ്പൊ ബാക്കി ദശരഥ മഹാരാജുള്ള ബാക്കിയുള്ള ജനക മഹാരാജാവ് പറയുമ്പോ എനിക്ക് ബാക്കിയുള്ള പുത്രിമാരും കൂടിയിട്ട് ദശരഥ മഹാരാജന്റെ പുത്രന്മാരെ സ്വീകരിക്കണം എന്ന്. അങ്ങനെ 4 പേരെയും കല്യാണം കഴിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് വഴിമധ്യത്തിൽ വെച്ചിട്ട് പരശുരാമനെ കണ്ടുമുട്ടും. പരശുരാമനെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഗർവായിരുന്നു. ഇതിലൊരു രാമ മതി എന്ന് പറഞ്ഞ് ശ്രീരാമനോട് യുദ്ധത്തിന് ഒരുങ്ങും. അപ്പൊ ശ്രീരാമൻ വളരെ താഴ്മയായിട്ട് വിവരങ്ങളെല്ലാം പറയുമ്പോ പരശുരാമൻ തന്റെ ഇതും ആയുധങ്ങളും ശക്തിയും തേജസ്സൊക്കെ ഭഗവാന് കൊടുത്തിട്ട് പരശുരാമൻ പോകും. ജപദക്തിയുടെ പുത്രനായ പരശുരാമൻ 21 അതായത് ക്ഷത്രിയന്മാരെ ബീജം 21 വട്ടം നശിപ്പിച്ചവനാണ്. അപ്പൊ അങ്ങനെയുള്ള ശക്തിമാനായ പരശുരാമൻ തന്റെ വീര്യം എല്ലാം ഭഗവാനിന് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും. അത് കഴിഞ്ഞ് അവർ നെക്സ്റ്റ് അതായത് സീതേനെ സ്വയംവരം ചെയ്ത് എത്തി കഴിഞ്ഞിട്ട് ഇതിനുള്ള
രാജ്യ അതായത് രാജ്യസിംഹാസനം രാമന് കൊടുക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങുമ്പോ കൈകേയിയുടെ 2 മരം നിമിത്തം രാമന് വനത്തിൽ പോകേണ്ടി വരും. അതായത് ഭരതന് രാജ്യം കൊടുത്ത് രാമന് വന്നപ്പോ ലക്ഷ്മണനും സീതാദേവിയോടും കൂടി രാമൻ വനത്തിൽ പോകും. വനത്തിൽ പോയി അവിടെ വെച്ച് അതായത് സീതാദേവി തന്നെ സീതാദേവി ലക്ഷ്മണനോട് കൂടി വനത്തിൽ വസിക്കുന്ന സമയത്ത് ഒരു ദിവസം മാരീചൻ ഒരു സ്വർണ്ണമാനായി വന്ന് അതായത് രാവണന്റെ അതിനു മുമ്പ് ഒരു ദിവസം ശൂർപ്പണഖ വരും. ശൂർപ്പണഖ വന്ന് രാമനെ കാണുമ്പോ രാമനോട് ഇഷ്ടം തോന്നിയിട്ട് തന്നെ ഭാര്യയെ സ്വീകരിക്കുന്നു പറയാം. അപ്പൊ ലക്ഷ്മണൻ ഭാര്യ എനിക്ക് ഭാര്യ ഇവിടെ ഉണ്ട്, ലക്ഷ്മണൻ ഭാര്യ ഇല്ലാണ്ടെങ്കിൽ ലക്ഷ്മണന്റെ ലക്ഷ്മണന്റെ അടുത്ത് എന്ന് പറയുമ്പോ ലക്ഷ്മണൻ പറയും അയ്യോ എനിക്ക് അങ്ങനെ പറ്റില്ല, രാമനാണ് നല്ലത്, അങ്ങോട്ട് പൊക്കണം. അപ്പൊ പറയും ഈ സീത കാരനാണ് എന്നെ രാമൻ സ്വീകരിക്കാത്തത് എന്ന് പറഞ്ഞ് സീതനെ ഉപദ്രവിക്കാൻ പോകുമ്പോ ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ മൂക്കും ഇതും വിച്ഛേദിച്ച് കളയും. അപ്പൊ അവള് വിരൂപിയായി തീർന്ന് അവള് കരഞ്ഞുകൊണ്ട് രാവണന്റെ അടുത്ത് ചെന്ന് സങ്കടം പറയും. അപ്പൊ എന്നിട്ട് രാവണന്റെ അടുത്ത് പറയും ആ രാമന്റെ കൂടെ വളരെ സുന്ദരിയും ശുചിയായ ഒരു സ്ത്രീരത്നം ഉണ്ട്. അപ്പൊ അത് ആ ശ്രീരത്നത്തെ കൊണ്ടുവന്ന് നമ്മളെ ലങ്കേനെ അലങ്കരിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറയും. അപ്പൊ അങ്ങനെ രാവണൻ മാരീചന്റെ സഹായത്താല് മാരീചനെ വിടും. ഒരു പൊന്മാനിന്റെ അതായത് സ്വർണ്ണ നിറമുള്ള ഒരു മാനിന്റെ രൂപത്തിൽ ഒരു ഒരു ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒരു മാനിന്റെ രൂപത്തിൽ സീതയുടെ അടുത്ത് വരും, ആശ്രമത്തിൽ വരും. സീതയ്ക്ക് അതിനെ കാണുമ്പോ പിടിക്കണം തോന്നും. അപ്പൊ രാമനോട് പറയും. അപ്പൊ രാമൻ പറയും അതെന്തോ ഒരു രാക്ഷസ വേഷം മാറി വന്നത്. അപ്പൊ സീത സമ്മതിച്ചില്ല, എനിക്കത് വേണം. അങ്ങനെ രാമൻ മൃഗത്തിന്റെ പിന്നാലെ പോകും. അതിനെ കൊല്ലുന്ന സമയത്ത് ആ ലക്ഷ്മണ സീത എന്ന് പറഞ്ഞ് കരയും. അപ്പൊ ലക്ഷ്മണൻ പോകും പിന്നാലെ. ലക്ഷ്മണൻ പോവാൻ നിൽക്കുമ്പോ സീത പറയും ചെല്ല്, രാമൻ വിളിക്കുന്നുണ്ട്, രാമൻ എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട് ചെല്ലാൻ പറയുമ്പോ ലക്ഷ്മണൻ ഒരു ലക്ഷ്മണ രേഖ വരച്ചിട്ട് ലക്ഷ്മണൻ പോവും. പറയും എല്ലാ ദൈവങ്ങളോടും സീതനെ എല്ലാ വനദേവതന്മാരോടൊക്കെ സീതനെ രക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ട് ലക്ഷ്മണൻ പോകും. ലക്ഷ്മണൻ ചെല്ലുമ്പോ അത് മാരീചനായിരുന്നു. മാരീചനെ രാമൻ കൊന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതേ സമയം ആശ്രമത്തിൽ ആരും ഇല്ലാത്ത തക്കം നോക്കി രാവണൻ അവിടെ എത്തി സീതനെ അപഹരിച്ചുകൊണ്ട് പോകും. അപഹരിച്ചുകൊണ്ട് പോണ വഴിയിൽ ജടായു തടുത്ത് നിർത്തും. ജടായു തടുത്ത് നിർത്തി ജടായു വളരെയധികം നേരം തടുത്ത് നിർത്തി. പക്ഷെ ജടായുവിന്റെ ചിറകൊക്കെ അരിഞ്ഞിട്ടിട്ട് പുഷ്പവിമാനത്തിൽ സീതാദേവിനെയും കൊണ്ട് പോകും. അത് കഴിഞ്ഞ് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും വന്ന് നോക്കുമ്പോൾ സീതാദേവിനെ കാണില്ല. അപ്പൊ വെറും മനുഷ്യരെ എങ്ങനെയാണോ നമ്മുടെ ഇതിൽ ദുഃഖാവസ്ഥയിൽ കരയുക, അതുപോലെ ഓരോ വൃക്ഷങ്ങളോടും മരങ്ങളോടും ഇങ്ങനെ ചോദിച്ച് ശ്രീരാമസ്വാമി ഇങ്ങനെ എന്റെ സീതയെ കണ്ടോ എന്ന് ചോദിച്ച് ഇങ്ങനെ നടക്കും. അങ്ങനെ പോണ വഴിമധ്യത്തിൽ വെച്ച് ജടായുവിനെ കണ്ടുമുട്ടും. അപ്പൊ ജടായു ഈ വൃത്താന്തെല്ലാം പറയും. ഇങ്ങനെ രാവണൻ പുഷ്പവിമാനത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ പറഞ്ഞതും ജടായു തന്റെ ശരീരം വരും. ജടായുവിന്റെ ശരീരം നല്ല ഇത് നദിയിൽ സംസ്കരിച്ച് അതിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്ത് ശ്രീരാമനും ലക്ഷ്മണനും പിന്നെ സീതനെ തേടി നടക്കും. അങ്ങനെ പോണ വഴിക്ക് സുഗ്രീവനെ കാണും. സുഗ്രീവനായിട്ട് സഖ്യം ചെയ്യും. സുഗ്രീവനായിട്ട് സഖ്യം ചെയ്ത് അതായത് ബാലിനെ അതായത് സുഗ്രീവന്റെ ജ്യേഷ്ഠനായ ബാലിനെ കൊന്ന് സുഗ്രീവന് രാജ്യം തിരിച്ചു കൊടുത്ത്, അതായത് സുഗ്രീവന്റെ പ്രധാനമന്ത്രിയാണ് ഹനുമാൻ. ഹനുമാന്റെയും സുഗ്രീവന്റെയും വാനര സൈന്യത്തിന്റെ സഹായത്താല് സീതാദേവിനെ അന്വേഷിക്കാനായിട്ട് വാനരന്മാരെ വിടും. അവര് പോയി ഹനുമാൻ പോയി സീതാദേവി ലങ്കയിലുണ്ടെന്ന് കണ്ടുപിടിക്കും. അത് കഴിഞ്ഞ് ലങ്കയിന്ന് അവിടെ പോയി രാവണനെ കുറച്ച് ലങ്കാനഗരിയൊക്കെ നശിപ്പിച്ച് കുറച്ച് നഗരിയൊക്കെ കുറച്ച് ചുട്ടരിച്ച് ഹനുമാൻ അപ്പൊ സീതാദേവിനെ കണ്ടുമുട്ടും. സീതാദേവി അടയാളവാക്കിയതായിട്ട് തന്റെ ചൂടാമണി
ഇത് കൊടുത്തുവിടും. അതും കൊണ്ട് വന്ന് ശ്രീരാമചന്ദ്രന്റെ അടുത്ത് വന്ന് ഹനുമാൻ കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞ് ഇവര് സമുദ്രത്തില് അതായത് ഇനിയിപ്പോ ഇത്ര ദൂരം പോണല്ലോ, അപ്പൊ സമുദ്രത്തില് ചിറകെട്ടി പോണം. അപ്പൊ സമുദ്രത്തില് അവിടെ പോയി ഉപവാസം എടുത്ത് 3 ദിവസം സമുദ്രത്തിൽ ഇരുന്നിട്ടും വരുണദേവൻ പ്രസാദിച്ചില്ല. ശ്രീരാമൻ ദേഷ്യം വരും. ശ്രീരാമൻ ഇങ്ങനെ കോപത്തോടെ നദിയിലേക്ക് ഇങ്ങനെ സമുദ്രത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ അന്തർഭാഗത്തുള്ള മകരമത്സ്യങ്ങളും മുതലകളും വരെ പേടിച്ച് ഇങ്ങനെ വിറയ്ക്കും. അപ്പൊ സമുദ്രം പേടിച്ച് വളരെ ഉഗ്രമായ ശബ്ദത്തോടെ തിരമാലകളിൽ നിന്ന് ഉയരും. അപ്പൊ പെട്ടെന്ന് വരുണദേവൻ കാഴ്ചദ്രവ്യങ്ങളൊക്കെ ആയിട്ട് ശ്രീരാമസ്വാമിനെ പാതാരവിദ്രങ്ങളിൽ അഭയം പ്രാപിക്കും. ചിറകെട്ടാനുള്ള അനുവാദം കൊടുക്കും. അങ്ങനെ വാനരന്മാര് നല്ല പർവ്വതങ്ങൾ, അതായത് വൃക്ഷങ്ങളോടുകൂടിയ പർവ്വതങ്ങളൊക്കെ കൊണ്ടുവന്ന് സമുദ്രത്തിലിട്ട് ചിറകെട്ടി സേതുബന്ധം ചെയ്യും. അത് കഴിഞ്ഞ് വിഭീഷണൻ വന്ന് ശരണാഗതി തേടും ഭഗവാന്റെ അടുത്ത്. വിഭീഷണന്റെ സഹായത്താല് അവര് ലങ്കയിലെത്തും. ലങ്കയിലെത്തി വാനരന്മാര് ആദ്യം തന്നെ കംപ്ലീറ്റ്, അതായത് വാനരന്മാരുടെ സ്വഭാവം എന്നിട്ടാ ഈ ഇതെന്താ പറയാ, മരങ്ങളും ഇതൊക്കെ അങ്ങനത്തെ നശിപ്പിക്കുക, അങ്ങനത്തില്ല. അങ്ങനെ ലങ്കാനഗരി മുഴുവൻ അങ്ങനെ ഉപദ്രവിച്ച് നശിപ്പിക്കും. അപ്പൊ അത് കഴിഞ്ഞ് രാവണൻ ഇങ്ങനെ വല്ലാണ്ട് സൈന്യങ്ങളെ കൂട്ടി വരുമ്പോ രാവണന്റെ സൈന്യത്തിലെ പ്രധാനികളായ കുംഭന്, നികുംഭന്, ധൂമ്രാക്ഷനെയൊക്കെ പറഞ്ഞു വിടും. അത് കഴിഞ്ഞ് അവരെ നശിപ്പിക്കുമ്പോ ഇന്ദ്രജിത്ത്, പ്രഹസ്തൻ, അതികായൻ അവരെയൊക്കെ അയക്കും. അവരെയും നശിക്കുമ്പോ കുംഭകർണനെ ഏൽപ്പിച്ചു വിടും. കുംഭകർണനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം ഉറക്കം 6 മാസം ഏറ്റിരിക്കുന്ന ആളാണല്ലോ. അപ്പൊ കുംഭകർണനെ ഏൽപ്പിച്ചു വിടും. കുംഭകർണനും കുറെ യുദ്ധം ചെയ്യും. അങ്ങനെ അവനും മരിക്കും. അവനും മരിക്കുമ്പോ രാവണൻ എന്ത് ചെയ്യും? രാവണൻ തന്നെ ഇനിയിപ്പൊ എല്ലാരും പോയി, ഇനിയിപ്പൊ രാവണൻ തന്നെ പുഷ്പവിമാനത്തിലേറിയിട്ട് യുദ്ധത്തിന് വരും. യുദ്ധത്തിന് വന്ന് ശ്രീരാമദേവന്റെ കൂടെ യുദ്ധം ചെയ്യാൻ ഒരുങ്ങി. അപ്പൊ ദേവലോകത്തുനിന്ന് മാതിരി ഇന്ദ്രരഥത്തിൽ ഇരുന്നിട്ട് ഭഗവാനെ മൂച്ചേറിയ ശരങ്ങൾ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കും. അപ്പൊ ശ്രീരാമചന്ദ്രൻ രാവണന്റെ പുരേതാ രാക്ഷസാധമാ, ഞങ്ങളില്ലാത്ത തക്കം നോക്കിയിട്ട് ഒരു ശാവിനെ പോലെ നീ സീതേനെ മോഷ്ടിച്ചു അപഹരിച്ചു കൊണ്ടുവന്നതല്ലേ, നിനക്ക് ലജ്ജയില്ലേ ഇങ്ങനെ ആരും ഇല്ലാത്ത തക്കം നോക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരാനായിട്ട്? അപ്പൊ നിന്റെ കർമ്മം ചെയ്ത നിനക്ക്, അതായത് കർമ്മം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം അനുഭവിക്കണമല്ലോ. അപ്പൊ നിന്റെ കർമ്മം നീ ചെയ്ത നിനക്കുള്ള കർമ്മത്തിന്റെ ഫലം നീ അനുഭവിക്കണം. അതായത് കാലം, അതായത് നിന്റെ കർമ്മം ചെയ്ത കാലം അതിനുള്ളത് കൊടുക്കും. അതുപോലെ ആരാലും ആക്രമിക്കപ്പെടുവാൻ കഴിയാത്ത പരാക്രമത്തോടു കൂടിയ ഞാനിപ്പോൾ അതിനുള്ള ശിക്ഷ നിനക്ക് തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ ഒരു ബാണം എടുത്തിട്ട് രാവണന്റെ നേർക്ക് വിടും. രാവണന്റെ ഹൃദയം അത് പിളരും. രാവണന്റെ 10 മുഖങ്ങളിൽ ചോര ഇങ്ങനെ ഒലിക്കും. അത് കഴിഞ്ഞ് രാവണൻ ആ പുഷ്പവിമാനത്തിൽ നിന്ന്, അതായത് എങ്ങനെയാ ഭൂലോകത്തുനിന്ന് വീഴുന്ന സുഹൃതിയെ പോലെ ആ വിമാനത്തിൽ നിന്ന് താഴത്തേക്ക് വീഴും. അത് കഴിഞ്ഞിട്ട് രാവണപത്നിയായ മണ്ഡോദരി രാക്ഷസ സ്ത്രീകളോട് കൂടിയിട്ട് കരഞ്ഞുകൊണ്ട് ഓടി ആ യുദ്ധക്കളത്തിലെത്തും. എത്തിക്കഴിയുമ്പോ അതായത് അവരെ ഇങ്ങനെ തന്റെ ലക്ഷ്മണൻ ഉപയോഗിച്ച ബാണങ്ങളാല് മരിച്ചു കിടക്കുന്ന തങ്ങളുടെ വീരപുരുഷമായ ഭർത്താക്കന്മാരുടെ മൃതദേഹം കയ്യിലെടുത്തവരിങ്ങനെ ആലിംഗനം ചെയ്ത് ഉച്ചത്തിൽ കരയാം. അതായത് കാമത്തിന് അധീനനായ ഭഗവാൻ സീതയുടെ ശക്തിയും പ്രഭാവം ഒന്നും മനസ്സിലാക്കിയില്ലല്ലോ. ആ സീതാദേവിയുടെ പ്രഭാവവും ശക്തി നിമിത്താണ് അങ്ങക്ക് ഈ ഗതി വന്നത്. അതായത് ഇതുപോലെ ശക്തി പ്രഭാവമുള്ള സീതാദേവിയിൽ ആസക്തി ഉണ്ടായത് കഷ്ടമായി പോയില്ലേ? അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു ഗതി സംഭവിച്ചത്. ഇങ്ങനെ ഈ സീതാവിഷയമായ കാമനിമിത്തം ഞങ്ങളും കൂടി വിധവകളായില്ലേ ഈ ഒരു കാരണം കൊണ്ട്. അതുകൊണ്ട് അങ്ങയുടെ ശരീരങ്ങൾക്ക് ആഹാരമായില്ലേ, അങ്ങയുടെ ആത്മാവ് നരകത്തിലും പോയില്ലേ. ഇതിനൊക്കെ കാരണം എന്താ? ഈ ഒരു കാരണല്ലേ. അപ്പൊ അതോ അതായത് എത്രയോ സ്ത്രീകള് അധീനകളായിരിക്കെ ഇങ്ങനെ ഈ സീതാദേവിയില് കാമനിമിത്തം ഇങ്ങനെ ഇതുണ്ടായപ്പോ അതിന്റെ കാരണം കൊണ്ട് ഞങ്ങളും കൂടി
ഇതിന് വിധവകളായി തീർന്നില്ല എന്ന് പറഞ്ഞിട്ട് രാവണനെ ഇങ്ങനെ കുറെ പറഞ്ഞ് ശപിച്ച് അതിന്റെ ഉച്ചത്തിന് കരയും. അങ്ങനെ അയോധ്യാധിപനായ ശ്രീരാമചന്ദ്രന്റെ കൽപ്പന പ്രകാരം വിഭീഷണൻ തന്റെ മറ്റുപോയ സ്വജനങ്ങൾക്ക് പിതൃകർമ്മങ്ങളെല്ലാം ചെയ്ത് രാജ്യഭാരം ഏറ്റെടുത്തു. എന്നിട്ട് ഭഗവാൻ അശോകമരത്തിലിരിക്കുന്ന സീതാദേവിനെ പോയി കാണും. തന്റെ പ്രാണപ്രിയന്റെ വിരഹത്താൽ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന സീതാദേവിനെ കാണുമ്പോൾ ശ്രീരാമദേവന് ഭയങ്കര വിഷമം, ഭയങ്കര ദുഃഖാകുലനായി. അങ്ങനെ ശ്രീരാമദേവൻ സീതാദേവിയും ലക്ഷ്മണനോടും കൂടിയിട്ട്, അതായത് വിഭീഷണന് ലങ്കയുടെ ആധിപത്യം കൊടുത്ത് ലക്ഷ്മണനോടും സീതാദേവിയോടും കൂടി പുഷ്പവിമാനത്തിൽ അയോധ്യയിലേക്ക് തിരിച്ചു ചെല്ലും. അയോധ്യയിൽ ചെല്ലുമ്പോ ഭരതൻ ഇങ്ങനെ, അതായത് ഇവരെ കാണാതെ 14 വർഷം കഴിഞ്ഞ് എത്ര ദിവസം ഈ രാജ്യഭാരം ഏറ്റെടുക്കാൻ ശ്രീരാമചന്ദ്രൻ എത്തിയില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടുന്ന് പണ്ട് വനത്തിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭരതൻ. അപ്പൊ ഭരതൻ ഇങ്ങനെ അഗ്നിപ്രവേശം ചെയ്യാൻ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഹനുമാൻ സ്വാമിനെ ആദ്യം പറഞ്ഞു വിടും ശ്രീരാമചന്ദ്രൻ. ഹനുമാൻ സ്വാമി പറയും ഭഗവാൻ വരുന്നുണ്ട്, സ്വാമി ഇപ്പൊ എത്തും. അങ്ങനെ തന്റെ പാദങ്ങള് അതായത് പാദങ്ങളോട് കൂടിയിട്ട് രാജ്യഭാരം, അതായത് പാദങ്ങളെ വെച്ച് രാജ്യം ഭരിക്കായിരുന്നു ഭരതൻ. അപ്പൊ തന്റെ സിംഹാസനം ഭഗവാൻ, അതായത് ഭഗവാന്റെ മുമ്പില് ആ മെതിരിൽ വെച്ച് തൊഴുത് കണ്ണീരണിഞ്ഞ് നിൽക്കുമ്പോ ശ്രീരാമചന്ദ്ര സ്വാമി ഭരതനെ ആലിംഗനം ചെയ്യും. കൊട്ടാരത്തിലെത്തി അമ്മമാരെയൊക്കെ കണ്ട് പൊതുജനങ്ങളിൽ മഹർഷിമാരും ഗുരുവിനെയൊക്കെ കണ്ട് വന്ദിച്ച് പാദങ്ങളിൽ വീണ് തൊഴുത് അനുഗ്രഹം നേടും ശ്രീരാമസ്വാമി. ഗുരുവായ വധിഷ്ഠൻ ജടകളൊക്കെ കളഞ്ഞ് 4 സമുദ്രത്തിലെ വെള്ളം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത് ശ്രീരാമചന്ദ്രനെ രാജ്യത്തില് സിംഹാസനം കൊടുക്കും. അതായത് രാമൻ സഹോദരനായ ഭരതനാൽ നമസ്കാരപൂർവ്വം പ്രസാദിക്കപ്പെട്ട് രാജ്യസിംഹാസനം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ധർമ്മതൽപരരും വർണ്ണാശ്രമ ധർമ്മം അനുഷ്ഠിക്കുന്നവരുമായ പ്രജകളെ പിതാവ് എന്ന പോലെ, അതായത് പുത്രനെയും പുത്രികളെയൊക്കെ എങ്ങനെ പിതാവ് പരിപാലിക്കുക അതുപോലെ പരിപാലിച്ച് രാജ്യം പരിപാലിച്ചു വന്നു ശ്രീരാമദേവൻ. അതായത് പറയുന്നുണ്ട്, രാമൻ രാജാവായിരിക്കുന്ന കാലത്ത് വനങ്ങള്, നദികള്, പർവ്വതങ്ങള്, സമുദ്രങ്ങളൊക്കെ സർവാഭീഷ്ടപ്രദങ്ങളായി തീർന്നു. ആ സമയത്ത് രാജ്യത്ത് ആദികളോ രോഗങ്ങളോ ദുഃഖമോ ഗ്ലാനിയോ ഭയോ ശോകോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സർവസമ്പൽ സമൃദ്ധമായിട്ടാണ് ശ്രീരാമദേവൻ രാജ്യം ഭരിച്ചത്. ഏകപത്നി വ്രതമെടുത്തും രാജർഷിമാരെ ചരിതമനുസരിച്ചും അതിപരിശുദ്ധനായി സ്വധർമ്മം മറ്റുള്ളവരെ പഠിപ്പിച്ചും ലോകസംഗ്രഹാർത്ഥം സ്വയം അനുഷ്ഠിച്ചും, അതായത് ധർമ്മം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ മാത്രം, അതായത് സ്വയം അനുഷ്ഠിച്ചിട്ടാണ് മറ്റുള്ളവർ പഠിപ്പിക്കുന്നത്. എപ്പോഴും പറയില്ല, നമ്മൾ ആദ്യം ചെയ്തിട്ട് വേണം മറ്റുള്ളവർ അത് പഠിപ്പിക്കണമെങ്കിൽ. അപ്പൊ സ്വയം ആ ധർമ്മം അനുഷ്ഠിക്കും, അതുപോലെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്ത് വളരെ എന്താ പറയാ, വളരെ നല്ലൊരു രാജഭരണം കാഴ്ചവെച്ചു. ഇത്രയാണ് നമുക്ക് 10ാമത്തെ അധ്യായത്തില് ഉള്ളത്. ഇനി 11ാമത്തെ അധ്യായത്തില് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സഹോദരന്മാരോട് കൂടി എങ്ങനെയാണ് അയോധ്യയില് ശ്രീരാമചന്ദ്രൻ രാജ്യം ഭരിച്ചപ്പോ ചെയ്ത യാഗകർമ്മങ്ങളെ കുറിച്ചാണ് വിവരിക്കുന്നത്. അതായത് ഇതിൽ പറയുന്നുണ്ട്, ഹോത്രേ തഥാ ദിശം പ്രാചീം ബ്രഹ്മണേ ദക്ഷിണാം പ്രഭു അദ്വജ്യവേ പ്രതീചീം ച ഉദീചീം സമകായ സഖ. അതായത് സർവഭൂമിയുടെയും അധിപനായ ശ്രീരാമചന്ദ്രൻ ഹോതാവിന് കിഴക്ക് ദിക്കിലുള്ള ഭൂമിയും ബ്രഹ്മന് തെക്കു ദിക്കും അദ്വല്യുവിന് പടിഞ്ഞാറ് ദിക്കും സാമഗാനം ചെയ്ത ബ്രാഹ്മണന് വടക്കു ദിക്കിലെ ഭൂമിയും ദക്ഷിണയായിട്ട് ദാനം ചെയ്തു. അങ്ങനെ ദാനകർമ്മങ്ങൾ ഇത് മാത്രമല്ല, സ്വർണവും വസ്ത്രങ്ങളും ആഭരണങ്ങളും അങ്ങനെ എല്ലാം ദാനം ചെയ്ത്, അതായത്
എല്ലാ തരത്തിലുള്ള പശുക്കളെയും ബ്രാഹ്മണർക്ക് അങ്ങനെ എല്ലാം ദാനം ചെയ്ത് അവസാനം ഇങ്ങനെ ദാനം ചെയ്തത് നിമിത്തം സ്വന്തം ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും മാത്രമേ രാമനുണ്ടായിരുന്നുള്ളൂ എന്നാ പറയുന്നത്. സീതാദേവി ആകട്ടെ സൗമംഗല്യം ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ആഭരണങ്ങളും ദാനം ചെയ്തു. ഇങ്ങനെ രാജപരിപാലനം ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം കഥാചിത് ലോക ജിജ്ഞാസുഹു കൂടോ രാത്രാമലക്ഷിത ചരൻ വാജോ ശൃണോദ്രാമോ ആര്യാമുദ്ദിശ്യ കസ്യചിത്. ഇങ്ങനെ ലോകപരിപാലനം ചെയ്യുന്ന ഒരു സമയത്ത് ലോകാഭിപ്രായം അറിയാൻ വേണ്ടി രാമൻ ഇങ്ങനെ വേഷം മാറി സഞ്ചരിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ വേഷം മാറി സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ആള് തന്റെ ഭാര്യയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നത് രാമൻ കേൾക്കും. അതായത് അന്യന്റെ ഗൃഹത്തിൽ താമസിച്ചോളും പുംശലിയും ദുഷ്ടയുമായ നിന്നെ ഞാൻ സ്വഗൃഹത്തിൽ വെച്ചുകൊണ്ടിരിക്കില്ല. അതായത് അന്യഗൃഹത്തിൽ കഴിഞ്ഞ സീതയെ രാമൻ വെച്ചുകൊള്ളട്ടെ, പക്ഷെ നിന്നെ ഞാൻ വെച്ചുകൊണ്ടിരിക്കില്ല. ഇത് കേൾക്കുമ്പോ ശ്രീരാമന് കാരണം അത്രയും പ്രജാക്ഷേമ തൽപരനായ രാജാവാണല്ലോ, ഏകപത്നി വ്രതമെടുത്ത രാജാവാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോ രാമന് വിഷമാവും. അങ്ങനെ രാമനാൽ പരിത്യജിക്കപ്പെട്ട സീതാദേവി അതായത് അയോധ്യയില് തിരിച്ചു വന്നു കഴിഞ്ഞ് അഗ്നിപ്രവേശം ചെയ്ത് തന്റെ ഇത് എന്താ പറയാ തന്റെ പരിശുദ്ധി തെളിയിച്ചിട്ടാണ് സീതാദേവി അകത്ത് കയറുന്നത്. എന്നാൽ പോലും ഇത് കേൾക്കുമ്പോ ശ്രീരാമദേവന് തന്റെ പ്രജകളുടെ വായേന്ന് ഇത് കേൾക്കില്ലേ. അപ്പൊ ശ്രീരാമദേവൻ സീതാദേവിനെ ഉപേക്ഷിക്കാണ്. ലക്ഷ്മണനോട് പറഞ്ഞ് സീതാദേവിനെ കാട്ടിൽ കൊണ്ടുവിടും. അങ്ങനെ അവിടുന്ന് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരും സീതാദേവി. വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച് സീതാദേവി യഥാകാലം ഗർഭിണിയായിരിക്കെ 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകും. ഇരട്ട കുട്ടികളായ ലവനും കുശനും. അങ്ങനെ ഒരു ദിവസം ഈ പുത്രന്മാരെ വാൽമീകി മഹർഷിയെ ഏൽപ്പിച്ച് സീതാദേവി ഭൂമിക്കടിയിലേക്ക് അന്തർധാനം ചെയ്യും. ശ്രീരാമദേവനാട്ടെ തന്റെ സഹോദരന്മാരെ രാജപരിപാലനത്തിന് ശേഷം തന്റെ സഹോദരന്മാരെ ദിഗ്വിജയത്തിനായി അയച്ച് വളരെ എന്താ പറയാ അനേകായിരം സംവത്സരം പ്രജകളെ കാത്ത് പരിപാലിക്കും. അതായത് മനുഷ്യരുടെ ധ്യാനത്തിനാസ്പദമായ പാദപല്ലവങ്ങളോടെ ഭഗവാൻ ധർമ്മങ്ങൾക്ക് വിരോധം കൂടാതെ അനേകായിരം സംവത്സരം പ്രജകളെ കാത്ത് പരിപാലിച്ചു. അങ്ങനെ വളരെ സമ്പൽ സമൃദ്ധിയും ആയിട്ട് ഭഗവാൻ വളരെയധികം സംവത്സരം രാജ്യം പരിപാലിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ വാക്കുകൾ പൊന്നുഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. അസാധ്യ സാധക സ്വാമി അസാധ്യം തമകിംബദ രാമദൂതോ നിക്കാര്യം സാധയപ്പനി. ഞാൻ പറഞ്ഞത് തെറ്റുകുറ്റങ്ങളിൽ നിന്നാവും, എല്ലാവരും ക്ഷമിക്കുക. തെറ്റെല്ലാം തിരുത്തി തരാ തിരുമേനി. നമസ്കാരം തിരുമേനി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കുറച്ചു നേരത്തേക്ക് നമ്മളെല്ലാവരും രാമരാജ്യത്തിൽ തന്നെയായിരുന്നു. ഇത് വലിയൊരു കഴിവ് തന്നെയാട്ടോ. രാമായണം മുഴുവൻ ശ്രീ ശുബ്രമഹർഷി 2 അധ്യായത്തില് മൂല്യം കളയാതെ വിസ്തരിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ എത്ര ആത്മാർത്ഥതയോടുകൂടി ക്രമമായിട്ട് രാമായണ കഥ ഇത്തരമായിട്ട് പറഞ്ഞ് അവർ സംശയമില്ല കാര്യത്തില് കേട്ടിരിക്കാൻ. കാരണം ഒരു ആത്മാർത്ഥതയും കൂടെ ഇതിനകത്ത് ചേർക്കുമ്പം ദേശം ഇമ്പം വരും.
അതുകൊണ്ട് നമ്മുടെ മനസ്സിന് അതിനുള്ള സൗണ്ടും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ശബ്ദവും ബീജി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് എന്തായാലും ഞങ്ങളെ എല്ലാത്തിൽ നിന്നും മാറ്റി ആ രാമന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോയി വളരെയധികം നല്ലൊരു പ്രഭാഷണം. അതിലെടുത്ത് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടത് 10ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. ഈ ദ്വാപരയുഗത്തില് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയായിരുന്നു വർത്തമാന യുഗത്തിലും എന്ന് പറയുന്നുണ്ട് അവിടെ. ദ്വാപരയുഗം എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഈ വർത്തമാന കാലത്തിലും രാമൻ ധരിച്ച സമയത്ത് പ്ലാനി ഒന്നുമില്ല, നിഷ്ഠാനിച്ഛതാം താഴ അതൊക്കെ എടുത്തു പറഞ്ഞു. എന്തായാലും ആ ശ്രീരാമേന്ദ്ര സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇനിയും ധാരാളം ഭാഗവതം വായിക്കുവാനും നാരായണീയം ചൊല്ലാനും പാടാനും അതുപോലെ തന്നെ ഇതുപോലെ ഭക്തിയോടുകൂടി കണ്ണന്റെ കഥകൾ പറയാനൊക്കെ ഭാരതൻ അനുഗ്രഹിക്കട്ടെ. ആയുരാരോഗ്യം, ആയുസ്സും ആരോഗ്യവും നൽകട്ടെ വിശേഷിക്കുന്നു. ആത്മാർത്ഥമായിട്ട് വികാരത്തിനോട് പ്രാർത്ഥിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോ